നമസ്കാരം. നിങ്ങളുടെ സന്തോഷം എത്രമാത്രമാണെന്ന് ഒരു വാക്കിലിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 സെപ്റ്റംബർ 7-ാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പന് മുമ്പിലേക്ക് താലി ചേർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി, എൻ്റെ കണ്ണൻ. പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി. ഇന്നിപ്പോൾ 2 അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു മോനും ഒരു മോളും കൂടി. ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല, ഞങ്ങളുടെ മോനും മോളും. എന്തായാലും അത്രയധികം സന്തോഷം. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് ഇന്ന് താലി കണ്ണന് താരുവിൻ്റെ കഴുത്തിൽ താലി ചേർക്കാൻ കഴിഞ്ഞില്ല. അത്ര സന്തോഷം. ഇതാണ് വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. 2 നിശ്ചയവും കല്യാണത്തിന്റെ നിശ്ചയം, പിന്നെ 2 കല്യാണം, എല്ലാം നന്നായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി. എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം മാത്രമാണ്, അത് മാത്രമേ പറയാനുള്ളൂ. ഇന്നും കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഒരു അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും, പണ്ട് 10-32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിന്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോന്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം, അത് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയുന്ന അറിയില്ല. ഒരുപാട് അമ്മമാരും സഹോദരിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു വിഷ്, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന സൈഡിൽ നിന്നുണ്ടായിരുന്നു. നന്നായിരിക്കട്ടെ 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 എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 വിവാഹമാണ് ഗുരുവായൂരപ്പ സന്നിധിയിൽ. സാധാരണ രീതിയിലുള്ള വീടുകളിൽ നടക്കുന്നതല്ല, ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിൽ പോലും. അതിൽ അങ്ങനെയില്ല. 6 മാസം കഴിഞ്ഞ് ആവാന്നാണ് പറയുക. 6 മാസം ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പന്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. അതൊരു ചെന്നൈയിൽ വെച്ചിട്ട് ഒരു ഇത് മാത്രമല്ല. 11th. താങ്ക് യു. സുരേഷ് എല്ലാം സഹോദരനെ പോലല്ല, സഹോദരൻ തന്നെയാണ്. എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ്, എന്റെ മനുഷ്യര്. അതേപോലെ ഇപ്പം മണ്ഡലകാലമാണ്. ക്ഷേത്രത്തില് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഉണ്ടായിരുന്നു. അവരൊക്കെ തമിഴ് ആളുകൾക്ക് ജയറാമിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയാണ്. അതായത് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഗുരുവായൂരപ്പൻ കാണാം. താങ്ക് യു. അതിലേക്ക് എനിക്ക് ആദ്യം ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കാം, കണ്ടന്റ്, സാറ്റിസ്ഫൈഡ് ഫീൽ ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഒരു പുതിയ ജേർണിയാണ്, പുതിയ ഫേസ് ആണ്. വിത്ത് മൈ പാർട്ട്ണർ താരിണി. ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 3 years ആയിട്ട് വി നോ ഈച്ച് അതർ. പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ബ്ലസ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ apologize from our side. Thank you so much for this. എന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെ, നല്ലൊരു സന്തോഷം.
താങ്ക് യു സോ മച്ച്. എനിക്ക് അങ്ങനെ വേർഡ്സ് ആയിട്ട് എനിക്ക് പറയാനായിട്ടില്ല. ഇമോഷണൽ മോമെന്റ് വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ സംതിങ്. I don't want to say something. Yeah, words are just not important day and like very emotional moment. It still feels like ഭയങ്കര unreal. ഭയങ്കര happy. Thank you so much. Thank you so much.